നമ്മൾ പാൽക്കൊഴുക്കട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് അരിപ്പൊടി ആട്ടോ എടുത്തേക്കുന്നത്. നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ഒക്കെ പൊടി അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഞാൻ അതിടുവാണേ. ഇനി അതിലോട്ടുണ്ടല്ലോ ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുവാണേ. ഒരു പൊടിക്ക് സോൾട്ട് ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് ഞാൻ നല്ല തിളച്ച വെള്ളമാട്ടോ ഇതിലോട്ട് ഒഴിക്കുന്നത്. കുറേശ്ശെ ഒഴിക്കണേ, നമുക്ക് ഒരുപാട് വേണ്ട. എന്നിട്ട് നമ്മളൊരു ഞാൻ ഇത് തവി വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്, എനിക്കത് എളുപ്പം. നമ്മൾ ഇടിയപ്പത്തിൻ്റെ ഒക്കെ മാവ് കുഴക്കത്തില്ല, അതേ പാകത്തിൽ ഈ അരിപ്പൊടി നനച്ചെടുക്കണേ. എല്ലായിടത്തും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ അരിപ്പൊടി നല്ലതായിട്ട് നനച്ചെടുക്കുക. അതിനുശേഷം ഒന്ന് ചെറുതായിട്ട് ചൂടാറിയതിനു ശേഷം നമ്മൾ കൈ കൊണ്ട് നല്ലതായിട്ട് ഇടിയപ്പത്തിൻ്റെ ആ മാവ് കുഴക്കുന്ന പോലെ നല്ലതായിട്ട് കുഴച്ചെടുക്കണേ. എന്നിട്ടുണ്ടല്ലോ നമുക്ക് ചെറിയ ചെറിയ ഉണ്ടകളായിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഞാൻ 150 ഗ്രാം അരിപ്പൊടി ആട്ടോ എടുത്തിരുന്നത്. അപ്പോൾ അതേ അളവിൽ 150 ഗ്രാം എന്ന അളവിൽ തന്നെ ശർക്കര എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അലിയിച്ചെടുക്കുകയാണ് അടുപ്പത്ത് വെച്ചിട്ട്. ഞാൻ അടുപ്പത്ത് ഒരു സോസ് പാൻ വെക്കുവാണ്. എന്നിട്ട് ഇതിലോട്ടുണ്ടല്ലോ 1/2 ലിറ്റർ തേങ്ങയുടെ 2ാം പാൽ ഒഴിക്കുക കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് ഒരു 3-4 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഞാൻ ഇതിലോട്ട് ഒരു 100 ml അടുത്ത് വെള്ളവും കൂടി ഒഴിക്കണ്ടേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു തിള വന്ന ഉടനെ തന്നെ നമ്മുടെ മണിക്കൊഴുക്കട്ട ഉണ്ടല്ലോ അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കണേ. ഇതൊരു സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് അടിയിൽ പിടിക്കുക, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണേ. 10 മിനിറ്റ് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കൊഴുക്കട്ട എല്ലാം വെന്ത് അരിപ്പൊടി എല്ലാം കുറുകി നല്ല ക്രീമി ടെക്സ്ചറിലിരിക്കുക. ഇങ്ങനെ വന്നില്ല എങ്കിൽ നിങ്ങൾ 2-3 സ്പൂൺ അരിപ്പൊടിയും കൂടി വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ച് ഒന്നും കൂടി വേവിച്ചെടുക്കണം കേട്ടോ. ഞാൻ എന്നിട്ട് ഇതിലോട്ടുണ്ടല്ലോ ശർക്കര നമ്മൾ ഉരുക്കി വെച്ചിട്ടില്ലേ ആ പാനിയും കൂടി ഒഴിച്ചു കൊടുക്കുവാണേ. നമ്മൾ 5-6 മിനിറ്റോളം നമ്മൾ ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ശർക്കരയുടെ മധുരം അല്ലെങ്കിൽ കൊഴുക്കട്ടയിൽ പിടിക്കട്ടെ. എന്നിട്ട് നമുക്ക് തേങ്ങയുടെ 1ാം പാലുണ്ടല്ലോ ആ പാൽ ഒഴിച്ചു കൊടുക്കണേ. പഞ്ചസാര ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടുണ്ടല്ലോ ഒരു തള വന്ന ഉടനെ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോവേ. അങ്ങനെ നമ്മുടെ പാൽക്കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ചൂടാണ് കേട്ടോ. ഞാൻ ഒന്ന് കഴിച്ചു നോക്കാൻ പോവാണേ. നല്ല ചൂട്, അതുകൊണ്ട് ഞാൻ ഒന്ന് ഊതിയിട്ടൊക്കെയാണ് കഴിക്കുന്നത്. ആഹാ, അടിപൊളിയാണേ, സൂപ്പർ ടേസ്റ്റ്. നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.